Hi students, Light Reflection and Refraction എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, അതിലെ റിഫ്ലക്ഷൻ പ്രോസസ്, ആ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ റിഫ്ലക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്താണെന്ന് പറയുമ്പോൾ ലൈറ്റ് എന്താണെന്ന് മുതൽ നമുക്ക് തുടങ്ങാം. എന്താണ് ലൈറ്റ്? വാട്ട് ഈസ് മീൻ ബൈ ദിസ് ലൈറ്റ്? ഹൗ വി ക്യാൻ ഡിഫൈൻ ലൈറ്റ്? ലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ഉത്തരങ്ങളുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതലായി അതിൽ നിന്ന് വരുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്നതായിരിക്കും. പ്രകാശം ഊർജത്തിൻ്റെ ഒരു രൂപമാണ് എന്ന ഉത്തരമായിരിക്കും. ഓക്കെ, ആ ഉത്തരം ശരിയാണ്. പക്ഷേ അതിനെ കുറച്ചുകൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ പ്രകാശം എന്നത് ഒരു ഊർജത്തിൻ്റെ രൂപം തന്നെയാണ്. എങ്ങനെയുള്ള രൂപം? വിച്ച് ഈസ് ഹെൽപ്സ് ടു സീ ദിസ് കളർഫുൾ വേൾഡ്, അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എനർജിയുടെ ഫോം. അതിനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഹെൽപ്സ് ടു സീ ദിസ് കളർഫുൾ വേൾഡ്. നമുക്ക് കാണാൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വിഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റേഞ്ചിലുള്ള ഫോം ഓഫ് എനർജി, അതിനെ നമുക്ക് ലൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ലൈറ്റ് ഒരുപാട് ഫിനോമിനൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ക്യാൻ എക്സിബിറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനോമിനൻസ്. ആ ഫിനോമിനൻസിലെ രണ്ടെണ്ണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഒന്ന് റിഫ്ലക്ഷൻ, മറ്റൊന്ന് റിഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്താണ് റിഫ്ലക്ഷൻ എന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് മീൻസ് ഈസ് ദ ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ എ സ്മൂത്ത് ഓർ ഷൈനിങ് സർഫസ്. വളരെ മിനുസമുള്ള ഒരു പ്രതലത്തിലേക്ക് പ്രകാശം വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് തിരിച്ചു വരും. ആ പ്രതിഭാസം അല്ലെങ്കിൽ ആ ഫിനോമിനയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണോ നമ്മളൊരു റബ്ബർ ബോൾ ഒരു ചുമരിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത്, അതുപോലെയാണ് എന്ത്? പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. കണ്ണാടി പോലുള്ള വളരെ മിനുസമുള്ള പ്രതലത്തിലേക്ക് പ്രകാശം വന്ന് പതിക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് എന്ത് വരും? തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. That is the phenomenon. That phenomenon is known as reflection of light. It is the bouncing back of light when it strikes on a smooth or shining surface. ഇനി ഇത്തരം റിഫ്ലക്ഷൻസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം പ്രതിപതനം നടക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പോൾ റിഫ്ലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഈ പറയുന്ന റിഫ്ലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒബേ ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് കാര്യങ്ങളെ ചേർത്താണ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈ ലോസ് ഓഫ് റിഫ്ലക്ഷനിൽ രണ്ട് പ്രധാന പോയിന്റ്സ് ആണുള്ളത്. ആ പോയിന്റ്സ് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിലേക്ക് വന്ന് പതിക്കുകയാണ്. അപ്പോൾ ഏത് പ്രകാശരശ്മിയാണോ ഈ പറയുന്ന മിനുസമുള്ള പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്നത്, ആ പ്രകാശരശ്മിയെ നമ്മൾ അല്ലെങ്കിൽ ദാറ്റ് ലൈറ്റ് റേ ഈസ് നോൺ ആസ് ആൻ ഇൻസിഡന്റ് ലൈറ്റ് റേ, പതനരശ്മി എന്ന് പറയും. പ്രകാശരശ്മി, ഏത് പ്രകാശരശ്മിയാണോ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന മിനുസമുള്ള പ്രതലത്തിലേക്ക് വന്ന് പതിക്കുന്നത്, അതിനെ നമ്മൾ പറയും പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയും. ദ ലൈറ്റ് റേ വിച്ച് സ്ട്രൈക്സ് ഓൺ ദി സർഫസ് ഈസ് നോൺ ആസ് ആൻ ഇൻസിഡന്റ് ലൈറ്റ് റേ. ഇനി അവിടെ വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? അത് തിരിച്ചു വരും. Then the light ray which is bounced back after reflection is known as reflected ray. പ്രതിപതനത്തിന് ശേഷം തിരിച്ചു വരുന്ന പ്രകാശരശ്മിയെ പ്രതിപതന രശ്മി എന്ന് പറയും, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ എന്ന് പറയും. The light ray which bounced back after reflection is known as reflected light ray. അപ്പോൾ ഇൻസിഡന്റ് ലൈറ്റ് റേ, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ, പതനരശ്മിയും പ്രതിപതന രശ്മിയും. ഇനി അവിടെ ഉള്ളത്, ഈ പറയുന്ന പ്രതലത്തിലേക്ക് പ്രകാശത്തിന് പല വഴിയിലൂടെയും വന്ന് പതിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രതലത്തിൽ തന്നെ പല ബിന്ദുക്കളിൽ ഈ ഓരോ പ്രകാശരശ്മിയും വന്ന് പതിക്കുന്നുണ്ടാവും. അപ്പോൾ ഏത് ബിന്ദുവാണോ നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്രകാശരശ്മി വന്ന് പതിക്കുന്നത്, അതിനെയാണ് നമ്മൾ പറയുക പതന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദ പോയിന്റ് ഓൺ ദി സർഫസ് അറ്റ് വിച്ച് ദ ലൈറ്റ് റേ സ്ട്രൈക്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ആൻ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഏത് പോയിന്റിലാണോ ഈ പറയുന്ന ഇൻസിഡന്റ് ലൈറ്റ് റേ വന്ന് പതിക്കുന്നത് അല്ലെങ്കിൽ അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നത്, ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ഇൻസിഡന്റ് ലൈറ്റ് റേ സ്ട്രൈക്സ് ഈസ് നോൺ ആസ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഇനി ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഈ പറയുന്ന പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന കണ്ണാടിയാണെങ്കിലും അല്ലെങ്കിൽ ഏത് മിനുസമുള്ള പ്രതലമാണെങ്കിലും, അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വി ക്യാൻ കൺസിഡർ എ പെർപെൻഡിക്കുലർ ലൈൻ ഓർ എ
നോർമൽ ലൈൻ. ആ പ്രതലത്തിന് പെർപെൻഡിക്കുലറായി നമുക്കൊരു ലൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ലൈൻ ഈസ് നോൺ ആസ് എ നോർമൽ ലൈൻ. അപ്പോൾ ഇൻസിഡന്റ് ലൈറ്റ് റേ, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ, പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഒരു നോർമൽ ലൈൻ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഈ പറയുന്ന പതനരശ്മിക്കും അവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നോർമൽ ലൈനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാവും. അതായത് ഇവിടത്തേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് റേയും ആ പോയിന്റിൽ നമ്മൾ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ലൈനും ഇടയിൽ ഒരു ആംഗിൾ ഉണ്ടാകും. അതുപോലെ ഇവിടെ നിന്ന് ആഫ്റ്റർ റിഫ്ലക്ഷൻ പോകുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് റേക്കും ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന നോർമൽ ലൈനിനിടയിലും ഒരു ആംഗിൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് ലൈറ്റ് റേ ആൻഡ് ദി നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആൻഡ് ദി നോർമൽ ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അങ്ങനെ രണ്ട് ആംഗിൾസും അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ലൈറ്റ് റേ ആൻഡ് നോർമൽ ഈസ് നോൺ ആസ് ദി angle of incidence and angle between reflected light ray and normal is known as angle of reflection. ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ സ്മോൾ ലെറ്റർ ഐ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സ്മോൾ ലെറ്റർ ആർ എന്നാണ് സാധാരണ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഇനി നമുക്ക് തിരിച്ചു വരാം. വാട്ട് ഈസ് ദിസ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? എന്താണ് പ്രതിപതന നിയമം അല്ലെങ്കിൽ റിഫ്ലക്ഷനിൽ ഒബേ ചെയ്യുന്ന നിയമം? രണ്ട് പോയിന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ഈ പറയുന്ന ഇൻസിഡന്റ് ലൈറ്റ് റേ, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആൻഡ് ദി നോർമൽ. ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളും ദാറ്റ് ഓൾവേസ് ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. ഈ പറയുന്ന ഇൻസിഡന്റ് ലൈറ്റ് റേ, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആൻഡ് നോർമൽ ലൈൻ ഓൾവേസ് ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. അത് നമുക്ക് ഒരു പ്രതലത്തിൽ മാത്രമേ ഈ മൂന്നെണ്ണത്തെയും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. ഇൻസിഡന്റ് ലൈറ്റ് റേ അത് ഏത് പ്രതലത്തിലാണോ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ പ്രതലത്തിൽ മാത്രമേ എന്തെടുക്കാൻ പറ്റൂ? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഉണ്ടാവും. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിലെ നോർമൽ ലൈൻ വരക്കാൻ പറ്റൂ. ആ പോയിന്റിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രതിപതന രശ്മിക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എല്ലായ്പ്പോഴും ഒരു പ്രതലത്തിൽ മാത്രമേ ഉണ്ടാവൂ. ഇൻസിഡന്റ് ലൈറ്റ് റേ, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ആൻഡ് നോർമൽ ഓൾവേസ് ലൈസ് ഇൻ ദി സെയിം പ്ലെയിൻ. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഓൾറെഡി രണ്ട് കോണുകളെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ രണ്ട് ആംഗിൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ രണ്ട് ആംഗിൾസും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. The angle between incident light ray and normal, that is angle of incidence, and angle between reflected light ray and normal is angle of reflection. These two angles are always equal. എവിടെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ അത് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഈ റിഫ്ലക്ഷൻ പ്രോസസ്സിനെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. സാധാരണയായി ചെയ്യുന്നൊരു ക്ലാസിഫിക്കേഷൻ റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ്. ഇതിലെ റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ റിഫ്ലക്ഷൻ സാധാരണയായി നടക്കാറ് ഒരു സ്മൂത്ത് ആൻഡ് പ്ലെയിൻ സർഫസിലായിരിക്കും. അതേസമയം ഇറഗുലർ റിഫ്ലക്ഷൻ സംഭവിക്കുക ഒരു ഇറഗുലർ സർഫസിൽ വെച്ചാണ്. അതായത് പരിവൃത്ത പ്രതലത്തിൽ വെച്ചായിരിക്കും ഇറഗുലർ റിഫ്ലക്ഷൻ സാധാരണയായി സംഭവിക്കുക. ഇനി എന്താണ് വ്യത്യാസം എന്നല്ലേ? നമ്മൾ ഈ രണ്ട് തരം സർഫസുകൾ എടുത്തിരിക്കുകയാണ്. ഈ രണ്ട് തരം സർഫസിലേക്കും ഒരു നമ്പർ ഓഫ് ലൈറ്റ് റേസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലൈറ്റ് റേസ് വന്ന് പതിക്കുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ പറയുന്ന അല്ലെങ്കിൽ പ്രതിപതനത്തിന് ശേഷം തിരിച്ചു പോകുന്ന ലൈറ്റ് റേസ് എല്ലാം തന്നെയും ഒരുപോലെ ആയിരിക്കും. അതായത് പാരലായിട്ട് ലൈറ്റ് റേസ് വരികയാണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം പോകുന്ന ലൈറ്റ് റേസ് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസും പാരലായിട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് എ റെഗുലർ റിഫ്ലക്ഷൻ. ദാറ്റ് ഓൾവേസ് ഹാപ്പൻസ് ഇൻ എ പ്ലെയിൻ സർഫസ്. ഇനി ഒരു ഇറഗുലർ അല്ലെങ്കിൽ ഒരു റഫ് സർഫസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? വരുന്ന ലൈറ്റ് റേസ് പാരലൽ ലൈറ്റ് റേസ് ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ റിഫ്ലക്ഷൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് എല്ലാം തന്നെ പാരലൽ ആയിരിക്കണമെന്നില്ല, അത് പല ഡയറക്ഷൻസിലേക്ക് പോകാം. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് റിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് ആൻ ഇറഗുലർ റിഫ്ലക്ഷൻ. റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ആർ നോട്ട് പാരലൽ but incident light rays are parallel. That situation, that reflection is known as an irregular reflection that always happens in an irregular surface. Okay. ഇനി റെഗുലർ സർഫസ് ആണെങ്കിലും ഇറഗുലർ സർഫസ് ആണെങ്കിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്യും. നോർമൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണെങ്കിലും ഇറഗുലർ സർഫസ് ആണെങ്കിലും ഓരോ ലൈറ്റ് റേയും ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്ത് മാത്രമേ റിഫ്ലക്ഷൻ നടക്കൂ. ഓക്കെ. ഇനി ഈ റിഫ്ലക്ഷന് ശേഷം തിരിച്ചു പോകുന്ന ലൈറ്റ് റേസ്, അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ്, ചിലപ്പോൾ ചില പ്രതലങ്ങളിൽ റിഫ്ലക്ഷന് ശേഷം തിരിച്ചു പോകുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എവിടെയെങ്കിലും വെച്ച് ഇന്റർസെക്റ്റ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ കൂട്ടിമുട്ടാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഒരു പ്രതിബിംബം ഓർ ഇമേജ് എന്ന് പറയുന്ന സാധനം ഒബ്റ്റെയിൻ ചെയ്യും.
അവിടെ ഒരു പ്രതിബിംബം നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും, ഒരു ഇമേജ് ഒപ്റ്റെയിൻ ചെയ്യും. റിഫ്ലക്ഷന് ശേഷം, അതായത് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ആക്ച്വലി ഇന്റർസെക്റ്റഡ് അറ്റ് എ പോയിന്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് എ റിയൽ ഇമേജ് എന്ന് പറയും. ഒരു യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകും. അതേസമയം ചില പ്രതലത്തിൽ നിന്ന് ഈ പറയുന്ന റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഒരിക്കലും തിരിച്ചു പോകുമ്പോൾ ഇന്റർസെക്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ആ ലൈറ്റ് റേസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതൊരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നാം. അതൊരു വിർച്വൽ ആയിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. അങ്ങനെയുള്ള സമയങ്ങളിൽ ദാറ്റ് പ്രൊവൈഡ്സ് എ വിർച്വൽ ഇമേജ് എന്ന് പറയും. ഒരു മിഥ്യാ പ്രതിബിംബം ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇഫ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ആർ ആക്ച്വലി ഇന്റർസെക്റ്റഡ് then that gives a real image. If the reflected light rays are seems to be intersected at a point, that gives a virtual image. അങ്ങനെയുള്ള രണ്ട് തരം ഇമേജസ് ആണുള്ളത്, റിയൽ ഇമേജസ് ആൻഡ് വിർച്വൽ ഇമേജ്. ഓൾ റിയൽ ഇമേജസ് ആർ ഇൻവേർട്ടഡ് ഇൻ നേച്ചർ. റിയൽ ഇമേജസ് എല്ലാം തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തലകീഴായിട്ടാണ് കിട്ടുക. അതേസമയം വിർച്വൽ ഇമേജസ് ആർ ഓൾവേസ് ഇറക്റ്റ്. എങ്ങനെയാണോ ഏത് വസ്തുവിനാണോ നോക്കുന്നത് ആ വസ്തു എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയായിരിക്കും വിർച്വൽ ഇമേജ് ഉണ്ടാവുക. അതേസമയം റിയൽ ഇമേജ് ആണെങ്കിൽ വസ്തുവിൻ്റെ തലകീഴായ പ്രതിബിംബമാണ് ഉണ്ടാവുക. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ് ഇൻ നേച്ചർ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന റിയൽ ഇമേജസിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതേസമയം വിർച്വൽ ഇമേജസിനെ നമുക്ക് ഒരിക്കലും ഒരു സ്ക്രീനിലോ ഒരു പേപ്പറിലോ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. റിയൽ ഇമേജസ് ക്യാൻ ബി ഒപ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ. കാരണം ആ പ്രകാശരശ്മിയിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുകയാണ്. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഒരു പേപ്പർ വെക്കുകയാണെങ്കിൽ ആ പ്രതിബിംബം ആ പേപ്പറിൽ നമുക്ക് കിട്ടും. അതേസമയം വിർച്വൽ ഇമേജ് അതിൻ്റെ ബാക്കിലേക്കാണ്, അതായത് ആ കൺസിഡർ ചെയ്തിരിക്കുന്ന മിറർ സർഫസിലോ അല്ലെങ്കിൽ ആ പ്ലെയിൻ സർഫസിൻ്റെയോ പിന്നിലായി ഇന്റർസെക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. അവിടെ നമുക്ക് ഒരിക്കലും ഒരു പേപ്പറോ അല്ലെങ്കിൽ സ്ക്രീനോ വെച്ചാൽ ആ പ്രതിബിംബത്തെ ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. റിയൽ ഇമേജസ് ക്യാൻ ബി ഒപ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ, വിർച്വൽ ഇമേജസ് കാനോട്ട് ബി ഒപ്റ്റെയിൻ ഓൺ എ സ്ക്രീൻ. ഇതാണ് ഈ പറയുന്ന രണ്ട് തരം ഇമേജസും അത് തമ്മിലുള്ള വ്യത്യാസവും. റിയൽ ഇമേജസ് ആർ ഫോംഡ് വെൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ആർ ആക്ച്വലി ഇന്റർസെക്റ്റഡ് അറ്റ് എ പോയിന്റ്. ദെൻ real images can be obtained on a screen. Real images are always inverted in nature. Virtual images are formed when reflected light rays are seems to be intersected. Virtual images are always erect in nature. Virtual images cannot be obtained on a screen. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നെക്സ്റ്റ് അവിടെ ജസ്റ്റ് നമുക്കൊന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയാനുള്ളത്, ഒരു പ്ലെയിൻ മിറർ നമ്മൾ ഫേസ് നോക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണയുള്ള പ്ലെയിൻ മിറർ, ആ മിററിൽ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയാണ്, ആ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. ഒരു പ്ലെയിൻ മിറർ എപ്പോഴും വിർച്വൽ ഇമേജ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എ പ്ലെയിൻ മിറർ ഈസ് ഓൾവേസ് പ്രൊവൈഡിങ് എ വിർച്വൽ ഇമേജ്. വിർച്വൽ ഇമേജ് ആണെങ്കിൽ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബവും നേരെ തന്നെ കാണുന്നത്. ദാറ്റ് ഈസ് എ വിർച്വൽ ഇമേജ്. ദെൻ ദാറ്റ് ഈസ് ഓൾവേസ് ഇറക്റ്റ്. ദെൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നതെന്താ, ഇതിൻ്റെ ഈ പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ വെക്കുന്ന വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ഈ മിററിൽ തട്ടുകയും അവിടെ നിന്ന് ലോ ഓഫ് റിഫ്ലക്ഷൻ ഒബേ ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ തിരിച്ചു പോകുന്ന ലൈറ്റ് റേസ് ഒന്നും തന്നെ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരിക്കലും ഇന്റർസെക്റ്റ് ചെയ്യില്ല. ആ ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് റേസിന്റെ ബാക്ക്വേർഡ് ഡയറക്ഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. ആ സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന വസ്തുവിന്റെ പ്രതിബിംബം നമുക്ക് കിട്ടുന്നത്, അതായത് ആ കണ്ണാടിയുടെ ഉള്ളിലുള്ളതായിട്ട് നമുക്ക് തോന്നും. ദാറ്റ് ഇസ് എ വിർച്വൽ ഇമേജ്. ഇനി സാധാരണ ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിന്റെ മറ്റു സവിശേഷതകൾ എന്താണ്, അല്ലെങ്കിൽ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയിൻ മിറർ ഓൾവേസ് പ്രൊവൈഡ്സ് എ വിർച്വൽ ഇമേജ്. ദേ ആർ ഓൾവേസ് ഇറക്റ്റ് ഇൻ നേച്ചർ. ദെൻ വാട്ട് അബൌട്ട് ദി സൈസ് ഓഫ് ദറ്റ് ഇമേജ്? എന്ത് വസ്തുവിനാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ അതേ വലിപ്പത്തിൽ തന്നെയാണ് നമുക്ക് ആ പ്രതിബിംബം കാണുന്നത്. സോ ദേ ആർ സെയിം സൈസ്. മറ്റൊരു കാര്യം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മിറർ ആൻഡ് ഒബ്ജക്റ്റ് is the same as the distance between image and mirror. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ എത്ര ദൂരത്തിലാണ് നിൽക്കുന്നത് അത്ര തന്നെ ദൂരത്തിലായിരിക്കും കണ്ണാടിയിൽ നിന്ന് പ്രതിബിംബവും അതിൻ്റെ ബാക്കിലേക്കും ഉണ്ടാകുന്നത്. സെയിം ഡിസ്റ്റൻസിലാണ് ഉണ്ടാകുന്നത്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജ് എല്ലായ്പ്പോഴും ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താ ലാറ്ററലി ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഇന്റർചേഞ്ച് ചെയ്യുന്നതിനാണ്. അതായത് നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് അതിൻ്റെ റൈറ്റ് ഹാൻഡാണ് റൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഇന്റർചേഞ്ചിനാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ ഇൻവേർഷൻ ആണ് ആംബുലൻസ് എന്ന് എഴുതുന്നത്. ആംബുലൻസിന്റെ മുകളിൽ ആംബുലൻസ് എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് മാനറിലാണ്. ലെഫ്റ്റ് റൈറ്റ് ലെറ്റേഴ്സിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഇന്റർചേഞ്ച് ചെയ്താണ് എഴുതുന്നത്. എന്തെങ്കിലും മാത്രമേ എന്ത് ചെയ്യൂ,
മുന്നിൽ പോകുന്ന വെഹിക്കിൾസിൻ്റെ സൈഡ് മിററിൽ ആംബുലൻസ് എന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ പറ്റും. നമ്മളൊരു പേപ്പർ എടുത്ത് കണ്ണാടിയിൽ കാണിച്ചാൽ നമുക്ക് ഒരിക്കലും അത് റീഡ് ചെയ്യാൻ പറ്റില്ല. എന്താ, അക്ഷരങ്ങൾ തലതിരിഞ്ഞാണ് കാണുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക. കാരണം അതെന്താ, ലാറ്ററലി ഇൻവേർട്ടഡ് ആണ്. അത് ഒഴിവാക്കാനാണ് ആംബുലൻസ് എന്നത് ഈ പറയുന്ന പോലെ ലാറ്ററലി ഇൻവേർട്ടഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്. ഇനി അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലാനാർ സർഫസ് ആണ്. അതായത് ഒരു പ്ലെയിൻ സർഫസ് ആണ്. അതിലുണ്ടാവുന്ന ഇമേജും ആ ഇമേജിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പറയുന്ന സർഫസ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സ്മൂത്ത് സർഫസിനെ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതേ തരത്തിലുള്ള ഇമേജ് തന്നെയാണോ കിട്ടുക? ഇതേ തരം റിഫ്ലക്ഷൻ പ്രോസസ്സ് തന്നെയാണോ നടക്കുക? എന്തൊക്കെയാണ് സംഭവിക്കുക? അങ്ങനെ ഒരു പ്ലെയിൻ മിററിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് അതിന്റെ ഷേപ്പ് ചേഞ്ച് കൺസിഡർ ചെയ്യാം. ഒന്ന്, ഈ പറയുന്ന പ്ലെയിൻ മിററിനെ നമുക്ക് ഉള്ളിലേക്ക് ബൾജ് ചെയ്യിപ്പിക്കാം. മറ്റൊരു പോസിബിലിറ്റി, ഈ പ്ലെയിൻ മിററിനെ നമുക്ക് പുറത്തേക്ക് ബൾജ് ചെയ്യിപ്പിക്കാം. അങ്ങനെ വരുന്ന ഒരു കാറ്റഗറിയാണ് സ്പെറിക്കൽ മിറേഴ്സ്, ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ രണ്ട് തരം സ്പെറിക്കൽ മിറേഴ്സ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. ഈ പറയുന്ന റിഫ്ലക്റ്റിംഗ് സർഫേസ് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതും റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉള്ളിലേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നതുമായ രണ്ട് തരം മിറേഴ്സ് ആണ്. അങ്ങനെ ഏത് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണോ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്നത് അതിനെ കോൺവെക്സ് മിറർ എന്നും, ഏതിൻ്റെതാണോ ഉള്ളിലേക്ക് കുഴിഞ്ഞു നിൽക്കുന്നത് അതിനെ കോൺകേവ് മിറർ എന്നും പറയും. അതായത് നമ്മളൊരു സ്പൂൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സ്പൂണിൽ നമ്മൾ കോരിയെടുക്കുന്ന ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ്. ദാറ്റ് ഈസ് കോൺകേവ് നേച്ചർ. ആൻഡ് അതിൻ്റെ നേരെ പിറകുവശം അതെങ്ങനെയാ, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. ദാറ്റ് ഈസ് എ കോൺവെക്സ് സർഫേസ്. അപ്പോൾ ഇതാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന്. ഇനി ഇതിന് എന്തുകൊണ്ടാണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സാധനങ്ങൾ, ഈ പറയുന്ന സ്പെറിക്കൽ മിറേഴ്സ് കോൺവെക്സ് ആയാലും കോൺകേവ് ആയാലും അത് ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളോ സ്പെറിക്കൽ ഷെല്ലിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, ഇതുപോലുള്ളൊരു സ്പെറിക്കൽ മിറർ കിട്ടുക. അതുകൊണ്ടാണ് അതൊരു സ്പിയറിന്റെ പാർട്ട് ആയിരുന്നു, നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു സ്പിയറിന്റെ പാർട്ട് ആയിരുന്നത് കൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്, സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. ദേ ആർ ദ പാർട്ട് ഓഫ് എ കംപ്ലീറ്റ് സ്പിയർ. അതായത് നമ്മളിപ്പം ജസ്റ്റ് ഒരു ഐസ്ക്രീം ബോൾ അല്ലെങ്കിൽ ഒരു റബ്ബർ ബോളിൽ നിന്ന് ഒരു ചെറിയ പീസ്, ഐസ്ക്രീം ബോൾ ആണെങ്കിൽ അതിന്റെ ക്യാപ്പ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ആ ക്യാപ്പാണ് നമുക്ക് കിട്ടുന്ന എന്ത്, ഒരു കോൺവെക്സ് മിററോ കോൺകേവ് മിററോ. അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസ് എവിടെയാണെന്നുള്ളതനുസരിച്ച് അത് കോൺകേവ് ആവാം, കോൺവെക്സ് ആവാം. റിഫ്ലക്റ്റിംഗ് സർഫേസ് ഉള്ളിൽ ഏതാണെങ്കിൽ അത് കോൺകേവ് ആയിരിക്കും, റിഫ്ലക്റ്റിംഗ് സർഫേസ് പുറത്താണെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കും. ഒരു റബ്ബർ ബോൾ എന്നാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു സൈഡ് ഭാഗം നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിനെന്ത് കിട്ടും, ഒരു കോൺകേവ് മിററോ കോൺവെക്സ് മിററോ നമുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ ദ പാർട്ട് ഓഫ് എ സ്പിയേഴ്സ്. അതൊരു കംപ്ലീറ്റ് സ്പിയറിന്റെ പാർട്ട് ആയിരുന്നത് കൊണ്ട് അതിനെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് കളക്റ്റീവായിട്ട് വിളിക്കുന്നത്, കോൺവെക്സ് മിററിനെയും കോൺകേവ് മിററിനെയും. ഓക്കെ, ഇനി ഇതിനകത്ത് റിഫ്ലക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു, റിഫ്ലക്ഷന് ശേഷം ഏത് തരത്തിലുള്ള ഇമേജ് കിട്ടുമെന്ന് നോക്കുന്നതിന് മുന്നേ ഈ പറയുന്ന സ്പെറിക്കൽ മിറേഴ്സിന് റിലേറ്റ് ചെയ്യുന്ന ചില ടേംസ് നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടേം പോൾ എന്ന് പറയുന്നത്, പോൾ ഓഫ് എ സ്പെറിക്കൽ മിറർ. ഒരു സ്പെറിക്കൽ മിററിന്റെ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ സ്പെറിക്കൽ മിററിന്റെ സെന്റർ പോയിന്റ്, ആ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ മിഡ് പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ സെന്റർ പോയിന്റിനാണ് പോൾ എന്ന് പറയുക. ദാറ്റ് ഈസ് റെപ്രസെന്റ് ആസ് ക്യാപിറ്റൽ ലെറ്റർ പി ആണ് സാധാരണ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ദ മിഡ് പോയിന്റ് ഓർ ദി സെന്റർ പോയിന്റ് ഓഫ് എ സ്പെറിക്കൽ മിറർ, കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ മിഡിൽ പോയിന്റ് അല്ലെങ്കിൽ സെന്റർ പോയിന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ദി പോൾ ഓഫ് എ സ്പെറിക്കൽ മിറർ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നതാണ്. സെന്റർ ഓഫ് കർവേച്ചർ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ സി എന്ന നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ പറയുന്ന സെന്റർ ഓഫ് കർവേച്ചർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ ആണ്. ആ ഏത് സ്പിയറിനും എന്തുണ്ടാവും, ഒരു സെന്റർ ഉണ്ടാവും. അപ്പൊ ഏത് സ്പിയറിൽ നിന്നാണോ ഈ പറയുന്ന കോൺകേവ് മിററോ കോൺവെക്സ് മിററോ നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്, ആ സ്പിയറിന്റെ സെന്റർ ആണ് എന്ത് പറയുന്നത്, ആ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. അതായത് ഏത് കേന്ദ്രത്തെ അടിസ്ഥാനമാക്കിയാണ് ആ കർവേച്ചർ ഉള്ളത്, അതിനെയാണ് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഈസ് ദ സെന്റർ ഓഫ് ദി സ്പിയർ ഫ്രം വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് ഫോംഡ്, അല്ലെങ്കിൽ ഓഫ് വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് എ പാർട്ട്. ഈസ് ദ സെന്റർ ഓഫ് ദി സ്പിയർ ഫ്രം വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് ഒബ്റ്റെയിൻഡ്, അല്ലെങ്കിൽ ഫ്രം വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് ഫോംഡ്. ദാറ്റ് ഈസ് നോൺ ആസ് ദി സെന്റർ ഓഫ് കർവേച്ചർ, അതിന്റെ വക്രതാ കേന്ദ്രം എന്ന് പറയും. അടുത്തൊരു ടേം എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ വക്രത ആരം എന്ന് പറയും. റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ?
വളരെ സിമ്പിൾ ആണ്. എന്താ നമ്മൾ പറഞ്ഞു, കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ഒരു സ്പിയറിൽ നിന്ന് കിട്ടുന്നതാണ്. ആ സ്പിയറിന് ഒരു സെന്റർ ഉണ്ടാവും. ഒരു സ്പിയറിന് സെന്റർ ഉണ്ടെങ്കിൽ സെന്ററിൽ നിന്ന് സർഫസിലേക്ക് എന്തുണ്ടാവും? ഒരു റേഡിയസ് ഉണ്ടാവും. ആ സ്പിയറിന് ഒരു റേഡിയസ് ഉണ്ടാവും. ആ റേഡിയസിനാണ് എന്ത് പറയുന്നത്? ആ സ്പെറിക്കൽ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്പിയർ ഫ്രം വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് ഫോംഡ്. ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്പിയർ ഫ്രം വിച്ച് ദ സ്പെറിക്കൽ മിറർ ഈസ് ഫോംഡ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. ആ സ്പിയറിന്റെ സെന്ററിൽ നിന്ന് ആ സ്പെറിക്കൽ മിററിന്റെ പോളിലേക്കുള്ള ദൂരവും നമുക്ക് എന്തായിട്ട് എടുക്കാം? റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് എടുക്കാം. ഓക്കെ, സാധാരണയായി ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, പിന്നെ വരുന്ന ടേം ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് നൊട്ടേഷൻ ഇല്ല, പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഇമാജിനറി സ്ട്രെയിറ്റ് ലൈൻ. നമുക്ക് ഒരു സ്പെറിക്കൽ മിററിന്റെ പോൾ കൺസിഡർ ചെയ്യാം, അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ കൺസിഡർ ചെയ്യാം. ഈ പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദി പ്രിൻസിപ്പൽ ആക്സിസ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോൾ ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേം ഇതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നതാണ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഫോക്കസ്? നമ്മൾ ചെറിയ ക്ലാസ്സിലെ ഈ പറയുന്ന കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും കേസസിൽ അതിലേക്ക് പ്രകാശരശ്മികൾ വന്ന് പതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു കോൺകേവ് മിററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് പ്രകാശരശ്മികൾ വന്ന് വീണ് കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ പ്രകാശരശ്മികളെല്ലാം തന്നെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യപ്പെടും, ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ. അതേസമയം ഒരു കോൺവെക്സ് മിററിലേക്കാണ് ഈ പറയുന്ന പ്രകാശരശ്മികൾ വന്ന് വലിക്കുന്നതെങ്കിൽ അത് അവിടെ നിന്ന് എന്ത് ചെയ്യും? പല വശങ്ങളിലേക്കായിട്ട് തെറിച്ചു പോവുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കോൺകേവ് മിററാണ് എടുക്കുന്നതെങ്കിൽ കോൺകേവ് മിററിലെ റിഫ്ലക്ഷന് ശേഷം പ്രകാശരശ്മികളെല്ലാം തന്നെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അതുകൊണ്ടാണ് കോൺകേവ് മിററിനെ കൺവേർജിങ് മിറർ എന്ന് കൂടി പറയുന്നത്. കോൺകേവ് മിറർ ഈസ് ഓൾസോ നോൺ ആസ് എ കൺവേർജിങ് മിറർ. കാരണം അതിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ അത് ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതേസമയം ഒരു കോൺവെക്സ് മിറർ എന്താ? അത് അതിലേക്ക് വരുന്ന വീഴുന്ന ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വൈ കോൺവെക്സ് മിറർ ഇസ് നോൺ ആസ് എ ഡൈവേർജിങ് മിറർ എന്ന് കൂടി പറയും. അപ്പൊ ഈ പറയുന്ന കോൺകേവ് മിററിനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലൈറ്റ് റേസ് എല്ലാം തന്നെ ഒരു പെർട്ടിക്കുലർ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ആ ബിന്ദു എന്ന് പറയുന്നത് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസിലായിരിക്കും ഉണ്ടാവുക. ഈ കേന്ദ്രീകരിക്കപ്പെടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൺവേർജ് ചെയ്യപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി അതേസമയം ഒരു കോൺവെക്സ് ആണ് എടുക്കുന്നതെങ്കിൽ കോൺവെക്സ് തട്ടി എല്ലാ വശത്തേക്കും ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേസിനെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിററിന്റെ ബാക്കിലെ ഒരു പോയിന്റിൽ നിന്ന് ഇറ്റ് seems to be diverging from a point behind the convex mirror. ആ കോൺവെക്സ് മിററിന്റെ ബാക്കിലുള്ള ഒരു പോയിന്റിൽ നിന്ന് അത് ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ആ പോയിന്റും ഇവിടെ തന്നെയായിരിക്കും, ആ മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിലായിരിക്കും. ഇനി ഇങ്ങനെ കൺവേർജ് ചെയ്യപ്പെടുകയോ ഡൈവേർജ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കോൺകേവ് മിററിനും കോൺവെക്സ് മിററിനും ഒരു കോമൺ ഡെഫിനിഷൻ തന്നെ നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസ് ആയിട്ട് കൊടുക്കാം. It is a point on the principal axis at which parallel light rays converges or seems to be diverged after reflection. റിഫ്ലക്ഷന് ശേഷം എന്താ മുഖ്യ അക്ഷത്തിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റിൽ പ്രകാശരശ്മികൾ കൺവേർജ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവുകയോ തോന്നുന്നു. ആ പോയിന്റിനാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. രണ്ടിനും കൂടിയുള്ള കോമൺ ഡെഫിനേഷൻ ആണ് അത്. It is a point on the principal axis at which parallel light rays converges, അത് കോൺകേവിന്റെ കേസിൽ, or seems to be diverged, അത് കോൺവെക്സിന്റെ കേസിൽ, seems to be diverged after reflection. റിഫ്ലക്ഷന് ശേഷം ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ കൺവേർജ് ചെയ്യപ്പെടും അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യപ്പെടും. കൺവേർജ് ചെയ്യപ്പെടുക കോൺകേവ് മിററിന്റെ കേസിലാണ്, ഡൈവേർജ് ചെയ്യപ്പെടുക കോൺവെക്സ് മിററിന്റെ കേസിലാണ്. ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് ദി പ്രിൻസിപ്പൽ ഫോക്കസ്. Point on the principal axis at which parallel light rays converges or seems to be diverged after reflection. Representation capital letter F. Then ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ ഫോക്കസിന് ശേഷം നമ്മൾ പഠിക്കുന്ന പോയിന്റ് ആണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന സാധനം. ഫോക്കൽ ലെങ്ത് സാധാരണ ഉപയോഗിക്കുന്ന റെപ്രസെന്റേഷൻ സ്മോൾ ലെറ്റർ F ആണ്. ഫോക്കൽ ലെങ്ത്
വളരെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. ഫോക്കൽ ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് പോൾ ഓഫ് എ മിറർ. കോൺകേവ് ആയിക്കോട്ടെ കോൺവെക്സ് ആയിക്കോട്ടെ, അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്ന ആ പോയിന്റും അതിന്റെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണെന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് എ പോൾ, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഫോക്കൽ ലെങ്ത്. റെപ്രസെന്റേഷൻ സ്മോൾ ലെറ്റർ എഫ് ആണ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് ആ സ്പെറിക്കൽ മിററിന്റെ റേഡിയസ്, ഈ റേഡിയസും ഈ പറയുന്ന ഫോക്കൽ ലെങ്തും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. എല്ലായ്പ്പോഴും ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. ഏത് മിററാണോ എടുക്കുന്നത്, ഓരോ മിററിനും ഓരോ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കാം. എല്ലാത്തിനും അതിൻ്റെതായ ഫോക്കൽ ലെങ്തും ഉണ്ടാവും. അപ്പോൾ ഏത് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്, ആ ഫോക്കൽ ലെങ്ത് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. അതായത് സ്മോൾ ലെറ്റർ എഫ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ബൈ 2 എന്നൊരു റിലേഷൻ എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അത് കോൺകേവ് മിറർ ആയാലും കോൺവെക്സ് മിറർ ആയാലും അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും. എഫ് ഈക്വൽ ടു ആർ ബൈ 2 എന്നൊരു റിലേഷൻഷിപ്പ് ഈ പറയുന്ന റേഡിയസ് ഓഫ് കർവേച്ചറും അതുപോലെ ഫോക്കൽ ലെങ്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലെയും ഇമേജ് ഫോർമേഷൻസ് ആണ്. എങ്ങനെയാണ് ഇതിനകത്തുള്ള പ്രതിബിംബങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഇതിന്റെ മുന്നിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എടുക്കുന്ന പ്ലെയിൻ മിറർ പോലെയുള്ള ഇമേജ് തന്നെയാണ് ഉണ്ടാവുന്നത്, അല്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ അങ്ങനെ ഇമേജ് ഉണ്ടാവുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു ഇമേജ് കിട്ടണമെങ്കിൽ എന്ത് വേണം, മിനിമം 2 ലൈറ്റ് റേസ് എങ്കിലും ഒരു പെർട്ടിക്കുലർ ബിന്ദുവിലേക്ക് ഇന്റർസെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് തോന്നുകയെങ്കിലും വേണം. In order to obtain an image, minimum 2 light rays should be intersected at a point or seems to be intersected at a point. Okay. ഇനി അപ്പോൾ ഈ പറയുന്ന ഇമേജ് ഫോർമേഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് 2 പ്രകാശരശ്മികളെ കൺസിഡർ ചെയ്യാം. അത് ഏതൊക്കെ പ്രകാശരശ്മികളെ എടുക്കാമെന്നതിനെ വെച്ച് ഒരു 4 കണ്ടീഷൻസ് നമ്മൾ കോൺകേവ് മിററിന്റെ കേസിലും 4 കണ്ടീഷൻസ് കോൺവെക്സ് മിററിന്റെ കേസിലും പഠിക്കാൻ. അതായത് 4 തരത്തിലുള്ള ലൈറ്റ് റേസിനെ നമ്മൾ എടുക്കും. ആ 4 തരത്തിലുള്ളതും പ്രതിപതനത്തിന് ശേഷം അല്ലെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ഒരു ഡെഫിനിറ്റ് വേയിലൂടെ മാത്രമേ തിരിച്ചു പോകും. അത്തരത്തിലുള്ള പ്രകാശരശ്മികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് റേ ഡയഗ്രാംസ്, അതായത് അതിന്റെ ഇമേജ് ഫോർമേഷന്റെ ഡയഗ്രാംസ് എളുപ്പം വരക്കാനും ആ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള 4 കണ്ടീഷൻസ് കോൺകേവിനും 4 കണ്ടീഷൻസ് കോൺവെക്സിനുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഏതൊക്കെ തരത്തിലുള്ള 4 ലൈറ്റ് റേസിനാണ് എടുക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഏതെങ്കിലും 4 ലൈറ്റ് റേസിനല്ല, ഒരു പ്രത്യേക ഡെഫിനിറ്റ് പാത്തിലൂടെ വരുന്ന 4 ലൈറ്റ് റേസിനാണ് നമ്മൾ എടുക്കുന്നത്. കോൺകേവിന്റെ കേസിലെ 4 എണ്ണവും കോൺവെക്സിന്റെ കേസിലെ 4 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിലെ കോൺകേവിന്റെ കേസ് നമുക്ക് ആദ്യം നോക്കാം. ഒരു കോൺകേവ് മിററിന്റെ കേസിൽ നമ്മൾ അതിന് മുന്നിൽ വെക്കുന്ന വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളിൽ എല്ലായ്പ്പോഴും എടുക്കുന്ന ഒരു, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ഒരു പ്രകാശരശ്മി എടുക്കാം. ലൈറ്റ് റേ വിച്ച് ഈസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഒരു കോൺകേവ് മിററിനെ സംബന്ധിച്ച് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് ഷുഡ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആയിരിക്കും. ഒരു കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ അതിൽ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ മാത്രമേ പോകൂ. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം അത് ഫോക്കസിലൂടെ മാത്രമേ പോകൂ. അതാണ് കോൺകേവ് മിററിന്റെ കേസിലെ ഒരു കണ്ടീഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി ആ കോൺകേവ് മിററിന്റെ പോളിലേക്ക് വന്ന് പതിക്കും. അതിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വസ്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രകാശരശ്മി എന്ത് ചെയ്യാം, അതിന്റെ പോളിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രകാശരശ്മി കോൺകേവ് മിററിന്റെ പോളിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോളിൽ വന്ന് പതിക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് തിരിച്ചു പോകും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസുമായി എത്രയാണോ ഇൻസിഡന്റ് ലൈറ്റ് റേ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ, അതേ ആംഗിൾ തന്നെയായിരിക്കും പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട് ആരുണ്ടാക്കേണ്ടത്, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ഉണ്ടാക്കേണ്ടത്. അതായത് പ്രിൻസിപ്പൽ ആക്സിസുമായി തുല്യ കോൺ ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും, തിരിച്ചു പോകും. When a light ray strikes on the pole of a concave mirror, it reflects back by making equal angle with the principal axis. Principal ആക്സിസുമായി ഈക്വൽ ആംഗിൾസ് ഉണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യും, ഇൻസിഡന്റ് ലൈറ്റ് റേ അവിടെ തട്ടി തിരിച്ചു പോകും. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി ഇതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ വരാം. അതായത് ആ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ആ ലൈറ്റ് റേക്ക് വരാം. അങ്ങനെ പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഒരു ലൈറ്റ് റേ വരികയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് ലൈറ്റ് റേ ഷുഡ് പാസ്
പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ ഒരു പ്രകാശരശ്മി വരികയാണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് തിരിച്ചു പോകും. ഓക്കെ, അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഈ മൂന്നാമത്തെ കണ്ടീഷനും ഒന്നാമത്തെ കണ്ടീഷനും എന്താ, ജസ്റ്റ് ഒരു റിവേഴ്സ് പോലെയാണ്. പാരലായിട്ട് വരികയാണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ഫോക്കസിലൂടെ പോകും. ഇനി ഫോക്കസിലൂടെ വരികയാണെങ്കിൽ റിഫ്ലക്ഷന് ശേഷം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകും. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ കോൺകേവ് മിററിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വസ്തുവിൽ നിന്ന് അതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ, ഇഫ് ദ ലൈറ്റ് റേ പാസ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് റീട്രേസസ് ദി പാത്ത്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് ലൈറ്റ് റേ റീട്രേസസ് ദി പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വഴിയിലൂടെയാണ് വന്നത് അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകും. എപ്പോഴും അതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയാണ് വരുന്നതെങ്കിൽ. ഇഫ് ദ ലൈറ്റ് റേ ഇൻസിഡന്റ് ത്രൂ ദി സെന്റർ ഓഫ് കർവേച്ചർ ദാറ്റ് റീട്രേസസ് ദി പാത്ത്, അത് അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകും. ഓക്കെ, ഇതാണ് കോൺകേവ് മിററിന്റെ കേസിലുള്ള 4 കണ്ടീഷൻസ്. പിന്നെ തിരിച്ച് കോൺവെക്സ് മിററിന്റെ കേസ് നോക്കാം. ഒരു കോൺവെക്സ് മിററിന്റെ കേസിലും ഇതേ തരത്തിലുള്ള 4 കണ്ടീഷൻസിനാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ, ഈ കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ, ഇഫ് ദ ലൈറ്റ് റേ ഇൻസിഡന്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ കോൺവെക്സ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ, അതെന്ത് ചെയ്യും, കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഡൈവേർജിംഗ് മിറർ ആണ്, അത് ഡൈവേർജ് ചെയ്ത് പോകും. ദെൻ ആ ഡൈവേർജ് ചെയ്ത് പോകുന്ന ലൈറ്റ് റേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് അതിന്റെ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. If the light ray is parallel to the principal axis, it seems to be diverging from the focus. Principal axis parallel ആയിട്ട് വരികയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. ഓക്കെ, then second condition, if the light ray incident at the pole of a convex mirror, convex mirror പോളിലേക്ക് ഒരു ഇൻസിഡന്റ് ലൈറ്റ് റേ വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എന്താണോ കോൺകേവ് മിററിന്റെ കേസ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇഫ് ദ ലൈറ്റ് റേ ഇൻസിഡന്റ് അറ്റ് ദി പോൾ ഓഫ് എ കോൺവെക്സ് മിറർ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ബൗൺസ് ബാക്ക് ബൈ മേക്കിംഗ് ഈക്വൽ ആംഗിൾ വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസുമായി ഇൻസിഡന്റ് ലൈറ്റ് റേ എത്രയാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അതേ ആംഗിൾ തന്നെ പ്രിൻസിപ്പൽ ആക്സിസുമായി ആരുണ്ടാക്കും, റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ ഉണ്ടാക്കും. ഓക്കെ, ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ, ഈ പറയുന്ന ഒരു പ്രകാശരശ്മി അല്ലെങ്കിൽ ഇഫ് ദ ലൈറ്റ് റേ ഈസ് ഇൻസിഡന്റ് ടു ദി കോൺവെക്സ് മിറർ ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. അതെന്തുകൊണ്ടാണ് ടുവേർഡ്സ് ദ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എവിടെയാ, മിററിന്റെ ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് മിററിന്റെ ബാക്ക് സൈഡിലാണ് ഉണ്ടാവുക. സോ if we are considering a light ray directed towards or light ray is directing towards the focus of a convex mirror, ആ കോൺവെക്സ് മിററിന്റെ ഫോക്കസിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേ ആണ് മിററിലേക്ക് വന്ന് വീഴുന്നതെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ that light ray moves parallel to the principal axis. ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് തിരിച്ചു പോകും. ഇവിടെയും ഒന്നാമത്തെ കണ്ടീഷനും മൂന്നാമത്തെ കണ്ടീഷനും എന്താ, റിവേഴ്സ് ആണ്. പാരലൽ ആയിട്ട് വരികയാണെങ്കിൽ ഫോക്കസിലൂടെ അല്ലെങ്കിൽ ഫോക്കസിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നും. ഇനി ഫോക്കസിലേക്ക് വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് എന്ത് ചെയ്യും, പാരലൽ ആയിട്ട് തിരിച്ചു പോകും. ഓക്കെ, ഇനി നാലാമത്തെ കണ്ടീഷൻ ഇതേപോലെ തന്നെ, if the light ray is directed towards the center of curvature, അവിടെയും directed towards center of curvature ആണ്. ബിക്കോസ് കോൺവെക്സ് മിററിനെ സംബന്ധിച്ച് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ മിററിന്റെ ബാക്കിലാണ്. സോ if a light ray is directed towards the center of curvature then after reflection it retraces the path. ഇവിടെയും എന്ത് ചെയ്യും, അത് അതേ ലൈനിലൂടെ തന്നെ തിരിച്ചു പോവാണ് ചെയ്യുക. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് ബൗൺസ് ബാക്ക് ത്രൂ ദി സെയിം പാത്ത്. ഇതാണ് കോൺവെക്സ് മിററിന്റെ കേസിലുള്ള 4 കണ്ടീഷൻ. 4 കണ്ടീഷൻസ് കോൺകേവിന്റെ കേസിൽ പറഞ്ഞു, 4 കണ്ടീഷൻസ് കോൺവെക്സിന്റെ കേസിലും പറഞ്ഞു. ഈ 4 കണ്ടീഷനും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം അപ്ലൈ ചെയ്താൽ മതി. കാരണം നമുക്കൊരു ഇമേജ് കിട്ടാൻ മിനിമം 2 ലൈറ്റ് റേസ് ഇന്റർസെക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇമേജ് ഫോർമേഷനും അതിന്റെ റേ ഡയഗ്രാംസും നോക്കാം. അപ്പോൾ ഇമേജ് ഫോർമേഷൻസിനകത്ത് എന്താ, ഒരു കോൺകേവ് മിററും കോൺവെക്സ് മിററും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോൺകേവ് മിററിനെ സംബന്ധിച്ച് ഈ കോൺകേവ് മിററിന്റെ മുന്നിലായിട്ട് നമുക്ക് 6 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നമുക്ക് ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യാം. We can place the object at the 6 different locations in front of a concave mirror and in each case different types of images are formed. 6 സ്ഥലത്ത് വെക്കാമെന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ വെക്കാം. പക്ഷേ 6 പ്രത്യേക സ്ഥലങ്ങളിൽ വെക്കുന്ന സമയത്ത് 6 തരത്തിലുള്ള ഇമേജസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ 6 ഡിഫറെന്റ് കേസസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അതേസമയം ഒരു കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അത് എന്താ, 2 പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ അല്ലെങ്കിൽ 2 പ്രത്യേക കേസുകൾ മാത്രമേ അവിടെ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു കോൺവെക്സ് മിററിനെ സംബന്ധിച്ചിടത്തോളം അത് 2 തരത്തിലുള്ള ഇമേജസ് അല്ലെങ്കിൽ 2 വ്യത്യസ്ത ഇമേജുകൾ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ വസ്തുക്കൾ വെക്കുമ്പോൾ. അതുകൊണ്ട് കോൺവെക്സിന്റെ കേസിൽ 2 കേസും കോൺകേവിന്റെ കേസിൽ 6 കേസസ് ഓഫ് ഇമേജ് ഫോർമേഷൻസ് ആണുള്ളത്.
ഇനി നമുക്കത് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കോൺകേവിൻ്റെ കേസ് നോക്കാം. ഒരു കോൺകേവ് മിററിൻ്റെ കേസിൽ ഈ പറയുന്ന 6 കേസുകളിലെ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ദൂരെയാണ്, അറ്റ് ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലാണെന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ അത്രയും ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസിനെ എല്ലാം തന്നെ നമ്മൾ പാരലൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം വളരെ വളരെ ദൂരമാണ്. ഈ ഫോർ എക്സാമ്പിൾ നമ്മൾ സണ്ണിനെയാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മളൊരു ചെറിയ റീജിയനിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൈറ്റ് റേസിനെ എല്ലാം തന്നെ നമ്മൾ എന്താ പാരലൽ ലൈറ്റ് റേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം പാരലൽ ലൈറ്റ് റേസ് ഈ പറയുന്ന ഒരു കോൺകേവ് മിററിലേക്ക് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ഓൾറെഡി പറഞ്ഞു. ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് കൺവേർജസ് ടു എവിടെ പ്രിൻസിപ്പൽ ഫോക്കസ്, അത് പ്രിൻസിപ്പൽ ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പാരലൽ ബീം ഓഫ് ലൈറ്റ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജസ് ഓർ ഇന്റർസെക്ട് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് എവിടെ ഫോക്കസിൽ ഇന്റർസെക്ട് ചെയ്ത് അല്ലെങ്കിൽ കൺവേർജ് ചെയ്തു. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ആക്ച്വലി ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ ഏത് ഇമേജാ, ദാറ്റ് ഈസ് എ റിയൽ ഇമേജ്. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ് ഇൻ നേച്ചർ. ആൻഡ് വാട്ട് അബൌട്ട് ദ സൈസ്, എല്ലാ ലൈറ്റ് റേസും ആ ഒരു പോയിന്റിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഹൈലി ഡിമിനിഷ്ഡ് ഓർ എ പോയിന്റ് സൈസ്ഡ് ഇമേജ്. അതാണ് കോൺകേവ് മിററിന്റെ ആദ്യത്തെ കേസ്. If we are considering the object at infinity, then the concave mirror provides real, inverted and highly diminished image എവിടെ at the focus. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുന്നു. ആ കോൺകേവ് മിററിന്റെ നമുക്കറിയാവുന്ന പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം. ഏതാ, പോൾ, സെന്റർ ഓഫ് കർവേച്ചർ, അതിന്റെ സെൻട്രലായിട്ട് ഏറി പ്രിൻസിപ്പൽ ഫോക്കസ്, ഈ പറയുന്ന പ്രിൻസിപ്പൽ ആക്സിസ്. ഇനിയുള്ളത് ഈ പ്രിൻസിപ്പൽ ആക്സിസിന് എവിടെ വെക്കാം, ഇൻഫിനിറ്റി കഴിഞ്ഞു. പിന്നെയുള്ളത് എന്താ, മിററിനോട് അടുത്തുള്ള കേസസ് ആണ്. നെക്സ്റ്റ് ബിയോണ്ട് ദി സെന്റർ ഓഫ് കർവേച്ചർ, ആ സെന്റർ ഓഫ് കർവേച്ചറിന് കുറച്ച് ബാക്കിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഇമേജ് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ സെന്റർ ഓഫ് കർവേച്ചറിന് ബാക്കിലായിട്ട് ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ 4 തരത്തിലുള്ളതിൽ വെച്ച് ഏതെങ്കിലും 2 ലൈറ്റ് റേസ് കൺസിഡർ ചെയ്താൽ മതി. അതിൽ തന്നെ അതിന്റെ ബോട്ടം പോയിന്റിൽ നിന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബോട്ടം പോയിന്റ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസിനോട് ജോയിൻ ചെയ്താണ് വെക്കുക. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിനോട് ജോയിൻ ചെയ്ത് വെക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 4 കണ്ടീഷൻസ് അപ്ലൈ ചെയ്താലും അത് ആ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ തന്നെയാണ് ഉണ്ടാവുക, അത് മറ്റെങ്ങോട്ടും പോവില്ല. അതുകൊണ്ട് ബോട്ടം പോയിന്റിൽ നിന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആ കംപ്ലീറ്റ് ഇമേജ് കിട്ടാൻ അതിന്റെ ടോപ്പ് പോയിന്റിൽ നിന്ന് മാത്രമേ 2 ലൈറ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എല്ലാ പോയിന്റിൽ നിന്ന് ലൈറ്റ് റേസ് എടുക്കാം, പക്ഷെ നമുക്കൊരു റേ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി അതിന്റെ ടോപ്പ് പോയിന്റും ബോട്ടം പോയിന്റും ഒബ്റ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ബോട്ടം പോയിന്റ് ഓൾറെഡി പ്രിൻസിപ്പൽ ആക്സിൽ ആയതുകൊണ്ട് തന്നെ വേറെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ടോപ്പ് പോയിന്റ് എന്നുള്ള ഏതെങ്കിലും 2 ലൈറ്റ് റേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ ടോപ്പ് പോയിന്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ നമുക്ക് കൺസിഡർ ചെയ്യാം. ഏതാ, നമ്മൾ ആദ്യം പഠിച്ച കണ്ടീഷൻ തന്നെ ഏതാ, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഇഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അത് എങ്ങോട്ട് പോകും, ഫോക്കസിലൂടെ പോകും. ദെൻ സെക്കൻഡ് വൺ വി ക്യാൻ കൺസിഡർ ദ ലൈറ്റ് റേ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദി ഫോക്കസ്. അത് ഫോക്കസിലൂടെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ആഫ്റ്റർ റിഫ്ലക്ഷൻ ദാറ്റ് മൂവ്സ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, അത് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് പോകും. ഈ 2 റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസും ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആ പോയിന്റ് ആണ് എന്ത്, ഈ പറയുന്ന ടോപ്പ് പോയിന്റിന്റെ കറസ്പോണ്ടിങ് ഇമേജ്. ബോട്ടം പോയിന്റ് എവിടെ തന്നെ ഉണ്ടാവും, പ്രിൻസിപ്പൽ ആക്സിസ് തന്നെ ഉണ്ടാവും. സോ ജോയിൻ ദാറ്റ് പോയിന്റ് വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ് ദാറ്റ് ഗിവ്സ് ദ ഇമേജ്. എവിടെയാണ് ഇമേജ് കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഇമേജ് എറ്റ് സ്മോളർ ഇമേജ് ഈസ് ഒബ്റ്റെയിൻഡ് ബിറ്റ്വീൻ എവിടെയാ, ബിറ്റ്വീൻ ദി എഫ് ആൻഡ് സി. സെന്റർ ഓഫ് കർവേച്ചറിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലായിട്ട് ഒരു ചെറിയ ഇൻവേർട്ടഡ് ഇമേജ് അവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. അത് ആക്ച്വലി ഇന്റർസെക്ട് ചെയ്തതാണ്. സോ ദാറ്റ് ഈസ് എ റിയൽ ഇമേജ്. So when the object is placed just beyond the center of curvature or behind the center of curvature, concave mirror provides a real, inverted, diminished image. Real ആണ്, inverted ആണ്, diminished ആണ്. എവിടെയാ, between F and C. Okay. Then ഇവിടെ നമുക്ക് ഈ 2 കണ്ടീഷൻസ് എല്ലാം നമ്മൾ അപ്ലൈ പഠിച്ച 4 കണ്ടീഷൻസ് ഏത് 2 വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോഴൊക്കെ ഈ പറയുന്ന സ്ഥലത്ത് ഇതേ പ്രോപ്പർട്ടിയുള്ള ഇമേജ് ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ കേസ് നോക്കാം. If we are considering the object at the center of curvature, നമ്മൾ ഒബ്ജക്റ്റിനെ സെന്റർ ഓഫ് കർവേച്ചറിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, if we are considering the object at the center of curvature, സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുന്നു, ബോട്ടം പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ടോപ്പ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ലൈറ്റ് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദ ഫോക്കസ്, ആൻഡ് സെക്കൻഡ് വൺ light ray passing through the focus after reflection moves parallel to the principal axis. ആ 2 ലൈറ്റ് റേയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ we obtain this kind of a point of intersection. എവിടെ, at the center of curvature തന്നെ, center of curvature തൊട്ട് താഴെയായി തന്നെ നമുക്ക് ആ point of intersection കിട്ടും. And when we are joining that point with the principal axis, we obtain the image. Here also actual intersection, so the image is a
real one, inverted, and if you consider the size, it will be the same size as that of the object. അപ്പോൾ കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുകയാണെങ്കിൽ ദാറ്റ് പ്രൊവൈഡ്സ് എ റിയൽ ഇൻവേർട്ടഡ് ആൻഡ് സെയിം സൈസ്ഡ് ഇമേജ് അറ്റ് ദി സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇനി അടുത്ത കേസ് അതാ, വി ക്യാൻ കൺസിഡർ ദ ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് ഇനി നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിൽ വെക്കുന്നു. ബോട്ടം പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട പ്രിൻസിപ്പൽ ആക്സിൽ തന്നെയാണ്. ദെൻ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്നും first light ray parallel to principal axis. After reflection, pass through the focus. Second one, pass through the focus, moves parallel to the principal axis. ആ രണ്ട് റിഫ്ലക്ട് ലൈറ്റ് റേ നോക്കുകയാണെങ്കിൽ we obtain this kind of a point of intersection beyond the center of curvature and join that point with the principal axis. That gives the image. And ഇവിടെ നോക്കിയാലോ, എന്താ, that is also actual intersection. So that is a real image. Real images are inverted. And what about the size? It is greater than the size of object. So when we place the object between C and F of a concave mirror, it provides a real, inverted and a enlarged image where beyond the center of curvature or behind the center of curvature. Okay. Then the next case, we can consider the object at the focus. It is possible to place the object at the focus of a concave mirror. ഇനി ഫോക്കസിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക? ജസ്റ്റ് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഫോക്കസിൽ കൺസിഡർ ചെയ്യുന്നു. ദെൻ ബോട്ടം പോയിന്റ് കൺസിഡർ ചെയ്യേണ്ട പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയാണ്. ദെൻ ടോപ്പ് പോയിന്റിൽ നിന്നും ഫസ്റ്റ് വൺ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ത്രൂ ദി ഫോക്കസ്. ദെൻ സെക്കൻഡ് വൺ we can consider passing through the center of curvature. We can consider after reflection, what happens? It retraces the same path. So here when we are observing the reflected light rays, we can see that two reflected light rays are moving parallel to each other. That means they are not actually intersected at a point after reflection. So that light rays are moving parallel to each other, and we can consider, or just we can imagine, if these light rays are moving in this way, at infinity that light rays may be intersected. So there is a possibility of intersection at infinity. That means when the concave mirror, when the object is placed at the focus of a concave mirror, it provides a real, inverted and highly enlarged image at infinity. Okay, when the object is placed at the focus, it provides a real, inverted and highly enlarged image at infinity. Okay, and the last case, in case of a concave mirror, is we can place the object between the pole and focus of a concave mirror. If we are placing the object between the pole and focus of a concave mirror, what happens? Just to consider the object between the pole and focus of a concave mirror. Then from the top point, we consider a light ray parallel to principal axis. After reflection, pass through the focus. Then second one, we can consider through the center of curvature, or we can consider incident to the pole. If we are considering the light ray passing through the focus, then after reflection, it will move parallel to the principal axis. Okay, here we can consider another light ray which is passing through the center of curvature. Then what happens? That retraces the path. And here also, if we are observing the reflected light rays, these reflected light rays are not intersecting and they are not parallel, but it seems to be diverging to different directions. So what happens? It is possible to extend that reflected light rays backward. And if we are extending the reflected light rays in backward, what happens? We can see that there is a imaginary intersecting point behind the mirror. So when we place the object between the pole and focus of a concave mirror, it provides a virtual, because it's only a seems to be intersected at that point. So it provides a virtual images are virtual, erect and enlarged image behind the mirror. If the object is placed between the pole and focus, that is only one case in which the concave mirror provides a virtual image. Okay. The next, in case of a convex mirror. In case of a convex mirror, we already mentioned that only two possible cases. Just considering a convex mirror, mark the point pole, center of curvature, principal focus in between that one and the principal axis. Okay. The first possible case is we can consider the object at infinity. What happens when we place an object, or we are considering an object at infinity in front of a convex mirror? Then from an infinite distant object, all the light rays we have to consider parallel.
And in case of a convex mirror, if the parallel light rays are incident on that convex surface, after reflection it diverges and seems to be diverging from the focus. So at the focus we obtain, it is only seems to be diverging. So at the focus we obtain a virtual image, and virtual images are always erect, and here all the light rays are seems to be diverging from that single point. So a point sized image or a diminished, highly diminished image is obtained. When the object is at infinity, the convex mirror provides virtual, erect, and highly diminished image at the focus. And the only other possible case is what we can consider the object other than infinity in front of a convex mirror. If we are considering an object between the infinity and the convex mirror and the pole of the convex mirror, then considering an object in contact with the principal axis, from the top point consider a light ray parallel to the principal axis. After reflection that seems to be diverging from the focus, and second one we can consider directed towards the focus or directed towards the center of curvature. Anyway, if we are considering directed towards the center of curvature, that retraces the path. Then in this case we can see that there is a virtual point of intersection between the pole and focus of that convex mirror. That reflected light rays are seems to be intersected at a point between the pole and focus of that convex mirror. Just to join that point with the principal axis, that gives the virtual image. And if the object is placed at a finite distance or between infinity and pole of a convex mirror, it provides virtual, erect, and a diminished or a smaller image where between the pole and the focus of that convex mirror. Okay, that's about the image formation by this concave mirror and convex mirror. Okay, then in the last section we have to consider what are the applications of these spherical mirrors, which are the major situations where we are using this concave mirror and convex mirror. That portion is deleted in this 2020 syllabus, but just we can mention the concave mirror are commonly used as a reflectors in torchlight, searchlight, vehicle headlights, etc. The concave shaped mirrors are used as a reflector in a torchlight, searchlight, vehicle headlights, etc. And the same concave mirror is also used as a reflector in solar furnace, solar cooker, etc. That is a large concave mirrors are used, and the light rays are converges to single point, so we obtain high amount of energy. Then another application we can say that this concave mirror is used as a shaving mirror, or it is used by dentist in order to obtain enlarged image. That is, we have mentioned that only one situation the concave mirror provides a virtual and enlarged image when we place the object between F and a P. That situation, the dentist and also this in order to obtain the enlarged image for easier shaving, we are using this concave mirror. Okay. Then makeup mirror is also the same concave mirror we are using. Okay. Then in case of convex mirror, the first and main important application of this convex mirror is it is used as a rear view mirror of vehicles. The side mirror of vehicles are always convex mirror. Why the convex mirror is referring means only the convex mirror is capable to provide always virtual, erect, and a smaller image. For safe driving, we have to see the back region or the vehicles which coming backward of us in a small side mirror. So only the convex mirror is possible to provide virtual, erect, and a smaller image, and also it provides a wide area of view. നമ്മുടെ ബാക്കിലുള്ള ഒരു വൈഡ് ഏരിയ ഒരു ചെറിയ സർഫസിൽ തരാൻ ആർക്കേ പറ്റൂ, കോൺവെക്സ് മിററിനെ പറ്റൂ. അതുകൊണ്ട് കോൺവെക്സ് മിറർ ഈസ് യൂസ്ഡ് ആസ് എ rear view mirror or a side view mirror of vehicle. Okay. Another application, another important application of this convex mirror is it is used as a safety mirror. അതായത് ട്രാഫിക് ജംഗ്ഷൻസിലും അതുപോലെ ഷാർപ്പ് കർവ്സിലും ഒക്കെയുള്ള സേഫ്റ്റി മിറർ ആയിട്ട് ഈ പറയുന്ന കോൺവെക്സ് മിറർ, അവിടെയും സെയിം റീസൺ തന്നെയാണ്. എന്തുകൊണ്ടാണ്? ദാറ്റ് കോൺവെക്സ് മിറർ ഇസ് കേപ്പബിൾ ടു പ്രൊവൈഡ് എ വൈഡ് ഏരിയ. ബാക്കിലുള്ള ഒരു വൈഡ് ഏരിയയെ ഒരു ചെറിയ മിറർ സർഫസിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾവേസ് ഇറ്റ് പ്രൊവൈഡ്സ് എ വിർച്വൽ ഇറക്റ്റ് ഇമേജ്. മറ്റേ കോൺകേവ് മിറർ ആണെങ്കിൽ ചിലപ്പോൾ ഇൻവേർട്ടഡ് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി പ്ലെയിൻ മിറർ ആണെങ്കിൽ സെയിം സൈസിൽ മാത്രമേ അതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യൂ. ഓക്കെ. അനദർ ആപ്ലിക്കേഷൻ ഓൾസോ വി ക്യാൻ കൺസിഡർ the convex mirror is used as a reflector in street light. സ്ട്രീറ്റ് ലൈറ്റ്സിൽ കോൺവെക്സ് സർഫേസ് നേച്ചറാണ് യൂസ് ചെയ്യുക. കാരണം സ്ട്രീറ്റിലേക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്യിപ്പിക്കാനാണ് വേണ്ടത്. സോ കോൺവെക്സ് മിറർ ഇസ് എ ഡൈവേർജിങ് മിറർ. അതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഡൈവേർജ് ചെയ്യും. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ reflector in street lights. Okay, that's about the
റിഫ്ലക്ഷൻ പ്രോസസ് ഇൻ ദീസ് NCERT ക്ലാസ് 10th ഫിസിക്സിലുള്ള ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ളതിലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ഇത്രയാണ് നമുക്ക് സമറൈസ് ചെയ്യാൻ.